ഗൾഫ് രാജ്യങ്ങളിൽ സ്വന്തം യൗവനവും ജീവിതത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ച ശേഷം സമാധാനപരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി ഒമാനിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. 60 വയസ്സിന് മുകളിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് ഇനി മുതൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുകയോ നിലവിലുള്ളവ പുതുക്കി നൽകുകയോ വേണ്ടതില്ലെന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ഒമാൻ തൊഴിൽ മന്ത്രാലയം കടന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിസ പുതുക്കാൻ ശ്രമിക്കുന്ന 60 കഴിഞ്ഞ ഒട്ടുമിക്ക പ്രവാസികളുടെയും അപേക്ഷകൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി നിരസിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പതിറ്റാണ്ടുകളായി ഒമാന്റെ മണ്ണിൽ ചോരയും നീരും നൽകി ജോലി ചെയ്യുന്ന വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രവാസികളുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഒമാൻ ഭരണകൂടം സ്വീകരിക്കുന്ന രണ്ടാമത്തെ വലിയ നയമാറ്റമാണിത്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും വിനോദസഞ്ചാര വാണിജ്യ മേഖലകളിൽ പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം ഉറപ്പാക്കുന്നതിനുമായി 2022 ജനുവരിയിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഒരു സുപ്രധാന ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. 60 വയസ്സ് എന്ന തൊഴിൽ പ്രായപരിധി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള അന്നത്തെ തീരുമാനം ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇതിലൂടെ മികച്ച നൈപുണ്യവും പ്രവൃത്തി പരിചയവുമുള്ള മുതിർന്ന വിദേശ തൊഴിലാളികളെ തങ്ങളുടെ കമ്പനികളിൽ തന്നെ തുടർന്നും നിലനിർത്താൻ സ്വകാര്യ സംരംഭകർക്ക് അവസരം ലഭിച്ചിരുന്നു. ആരോഗ്യവും ശേഷിയുമുള്ള കാലത്തോളം ഒമാനിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാമെന്ന പ്രതീക്ഷയിലായിരുന്നു സാധാരണക്കാരായ പലരും. എന്നാൽ ആ ആനുകൂല്യം പെട്ടെന്ന് റദ്ദാക്കപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. തൊഴിലുടമകൾ തങ്ങളുടെ മുതിർന്ന ജീവനക്കാരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനായി മന്ത്രാലയത്തെ സമീപിക്കുമ്പോൾ അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തള്ളിക്കളയുന്ന യാഥാർത്ഥ്യം പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് എന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, നാട്ടിലൊരു വീട് തുടങ്ങിയ ഒട്ടേറെ സ്വപ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും പൂർണ്ണമായി അവസാനിക്കാത്ത ഒരു സമയമായിരിക്കും ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്. വർക്ക് പെർമിറ്റുകൾ തുടർന്നും അനായാസം പുതുക്കി ലഭിക്കുമെന്ന ഉറപ്പിൽ പുതുതായി ബാങ്ക് വായ്പകൾ എടുത്തവരും കുടുംബത്തെ ഒമാനിലേക്ക് കൊണ്ടുവരുന്നവരും കുട്ടികളെ അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുമായ നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിക്ക് നടുവിലാണ്. വിസ പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ താമസാനുമതി റദ്ദാക്കുകയും ചെയ്യും. വർഷങ്ങളായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായും പടിയിറങ്ങേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദം വളരെ വലുതാണ്. പുതിയ തീരുമാനം തങ്ങളുടെ തൊഴിലിനെയും താമസ സ്ഥിരതയെയും കുറിച്ച് കടുത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പലരും ആശങ്കപ്പെടുന്നു. പെട്ടെന്നുണ്ടായ ഈ നയവ്യതിയാനം പ്രവാസികളുടെ ഭാവി പദ്ധതികളെയും അവരുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പിനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പുതിയ നിയന്ത്രണത്തിന് പിന്നിലെ കൃത്യമായ കാരണങ്ങൾ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായാണ് ഈ നടപടിയെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒമാനിലെ യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ കുറച്ചുകൊണ്ടുവരികയും പ്രാദേശിക പ്രതിഭകൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് ഒമാൻ ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നാണ്. 60 വയസ്സ് കഴിഞ്ഞ ഉയർന്ന ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്ന വിദേശ തൊഴിലാളികൾ നിയമപരമായി വഴിമാറുമ്പോൾ ആ ഒഴിവുകളിലേക്ക് സ്വന്തം രാജ്യത്തെ യുവതീ യുവാക്കളെ കൂടുതൽ എളുപ്പത്തിൽ നിയമിക്കാൻ കമ്പനികൾക്ക് സാധിക്കും. മുൻകാലങ്ങളിൽ മികച്ച പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് പകരം വയ്ക്കാൻ ഒമാനി യുവാക്കൾ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യവുമുള്ള നിരവധി തദ്ദേശീയർ ആധുനിക തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ പ്രവാസികളെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി രാജ്യത്തെ തൊഴിൽ വിപണിയിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രവാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിയമപരമായ പ്രതിസന്ധികളാണ്. വിസ കാലാവധി അവസാനിച്ചതിന് ശേഷവും വർക്ക് പെർമിറ്റില്ലാതെ ഒമാനിൽ തുടരുന്നത് ഗുരുതരമായ നിയമലംഘനമായാണ് അധികൃതർ കണക്കാക്കുന്നത്. വിസ പുതുക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ കൃത്യസമയത്ത് തങ്ങളുടെ ബാധ്യതകൾ തീർത്ത് രാജ്യം വിടുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അല്ലാത്ത പക്ഷം കനത്ത പിഴയോ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികളോ നേരിടേണ്ടി വരും. പലർക്കും തങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യവും വാഹനങ്ങളും മറ്റ് സാധന സാമഗ്രികളും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിറ്റൊഴിവാക്കി നാട്ടിലേക്ക് മടങ്ങുക എന്നത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ കാലങ്ങളായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവീസ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കി വാങ്ങിയെടുക്കുന്നതിലും പലർക്കും പ്രായോഗിക തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഗൾഫ് പ്രവാസ ജീവിതം എന്നത് എത്രത്തോളം അസ്ഥിരമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഒമാന്റെ ഈ പുതിയ നടപടി. എത്ര ദശാബ്ദങ്ങൾ ഒരു രാജ്യത്ത് നിയമപരമായി ജീവിച്ചാലും അവിടുത്തെ തൊഴിൽ നിയമങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം മതി സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ അതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം ഒറ്റയടിക്ക് തെറ്റിക്കാൻ. പ്രവാസികൾക്ക് വിനയാകുന്ന പുതിയ വിസ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഔദ്യോഗിക സർക്കുലറുകളും ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഇളവുകളും വരും ദിവസങ്ങളിൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുമെന്ന നേരിയ പ്രതീക്ഷയിലാണ് പലരും കാത്തിരിക്കുന്നത്. അതുവരെ കടുത്ത ആശങ്കയുടെ മുൾമുനയിലാണ് ഒമാനിലെ 60 കഴിഞ്ഞ ഓരോ പ്രവാസിയും.
വിദേശ രാജ്യങ്ങളെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നതിന് പകരം പ്രവാസത്തിന്റെ ഒരു നിർദ്ദിഷ്ട ഘട്ടത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള സാമ്പത്തികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം വാർത്തകൾ വീണ്ടും അടിവരയിടുന്നത്. സ്വന്തം നാടിന്റെ സാമ്പത്തിക വികസനത്തിനായി യൗവനം മുഴുവൻ വിയർപ്പൊഴുക്കിയ ഈ പ്രവാസികൾ പെട്ടെന്നൊരു നാൾ ശൂന്യതയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ സ്വന്തം സർക്കാരുകൾക്കും സമൂഹത്തിനും കൂടി ഇനി വലിയ ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.